മോളെ എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പറാണോ? അമ്മാമ്മയും മകനും ചേർന്ന് നടത്തുന്ന ഒരു കുഞ്ഞു ഹോട്ടൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് മുതുകുളം റൂട്ടിലാണ്. കറക്റ്റ് ജംഗ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വന്തികപ്പള്ളി എന്ന് പറയും. തികച്ചും അമ്മാമ്മ തന്നെയാണ് ഈ ഒരു കൊച്ചുമകനെ വളർത്തി വലുതാക്കി കല്യാണം വരെ കഴിപ്പിച്ചത്. ഇപ്പൊ 2 മാസമായതേ ഉള്ളൂ കേട്ടോ ഈ ഒരു അമ്മാമ്മേന്റെയും കൊച്ചുമകന്റെയും കുഞ്ഞു കച്ചവടം തുടങ്ങിയിട്ട്. 2 മാസം കൊണ്ട് രാവിലെ തൊട്ട് നമ്മുടെ ഭക്ഷണം തുടങ്ങും അല്ലേ? രാവിലെ എന്തൊക്കെയാ അമ്മാമ്മയെ കൊടുക്കുന്നത്? രാവിലെ ദോശ, ചപ്പാത്തി, പൊറോട്ട, പത്തിരി, ഊണ്, പിന്നെ അവിയല്, സാമ്പാർ, തോരന്, പച്ചടി, മീൻകറി, പുളിശ്ശേരി ഇതെല്ലാം ഉൾപ്പെടെ വാഴയിലല്ല നമ്മൾ ഊണ് വിളമ്പുന്നത്. ഇത്ര ആയത് കഴിഞ്ഞിട്ട് ബിരിയാണികളുണ്ട്. ബിരിയാണി ബീഫുണ്ട്, ചിക്കനുണ്ട്. പിന്നെ രാത്രി ആയി കഴിയുമ്പോൾ ബീഫ് റോസ്റ്റ് ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, പത്തിരി, ചപ്പാത്തി, പൊറോട്ട, ഇതെല്ലാം ഒരുപാട് ഐറ്റം ഉണ്ട്. ബിരിയാണി കാണും. വല്ലപ്പോഴും ഒക്കെ പോകും. എത്ര വയസ്സായി? 69 വയസ്സായി കേട്ടോ അമ്മയ്ക്ക്. ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതെ, നല്ലപോലെ കഷ്ടപ്പെടുന്നു. ഇപ്പൊ ഒരു ധൈര്യത്തിന് വേണ്ടി കൊച്ചുമോനെ ഇറക്കി. പാലസ് എന്നാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഹോട്ടലിന്റെ പേര് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മാമ്മയുടെയും കൊച്ചുമോന്റെയും സ്നേഹത്തിൽ കലർന്ന ആ ഒരു ഭക്ഷണം നമുക്കും കഴിച്ചു നോക്കാം. അമ്മാമ്മയുടെയും കൊച്ചുമോന്റെയും കടയിലെ 12 മണി തൊട്ട് വിളമ്പുന്ന ബിരിയാണിയിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം കേട്ടോ. ഏകദേശം 1 കിലോയോളം റൈസിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് ഇവിടുത്തെ ഒരു ബിരിയാണി നമ്മൾ പാഴ്സൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. 140 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് ഒറ്റയ്ക്ക് എന്നെക്കൊണ്ട് ഒരു രീതിയിലും സാധിക്കത്തില്ല കഴിച്ചു തീർക്കാൻ. ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. പാഴ്സൽ വാങ്ങുന്നതാണെങ്കിൽ 1 കിലോയ്ക്കടുത്താണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ആണെങ്കിലും ബീഫ് ബിരിയാണി ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നത്. നമുക്ക് ലേശം റൈസ് ഇടുക, എന്നിട്ട് ഒരു ചിക്കൻ്റെ പീസ് ഇതാ അതും കൂടെ എടുത്ത് വെച്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കൂട്ടത്തിൽ സാലഡും അച്ചാറും വേറെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഹെവി ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഈ ഒരു ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേരം രാത്രി കാലത്തും ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ വെച്ച് പിടിച്ചോ നമ്മുടെ മുതുകുളം വന്തികപ്പള്ളിയിലോട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മാമ്മയും മകനും കൂടെ ചേർന്ന് വിളമ്പുന്ന ഈ ഒരു ബിരിയാണിയൊക്കെ രാത്രിയിൽ നമുക്ക് കഴിച്ചു നോക്കാം. അധികം എസൻസുകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കാണ്ട് വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബിരിയാണി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ടേസ്റ്റ് ഒന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. എന്തായാലും സംഭവം ജോറായിട്ടുണ്ട്. ചിക്കൻ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്, ബീഫും ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു അരിപ്പത്തിരിയുടെ കൂടെ എപ്പോഴും ചേരുമ്പടി ചേർക്കാൻ പറ്റുന്നത് ഈ ഒരു ബീഫ് തന്നെ ആയിരിക്കും. ബീഫൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല ഹെവി ക്വാണ്ടിറ്റിയാണ് കേട്ടോ. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. 140 രൂപയാണ് ഈ ഒരു ബീഫ് റോസ്റ്റിനും വില വരുന്നത്. ചിക്കൻ റോസ്റ്റിനാണെങ്കിലും 140 രൂപയാണ്. അരിപ്പത്തിരി ഒന്ന് പിച്ചിയെടുത്ത് ബീഫ് റോസ്റ്റിൻ്റെ ഈ ഒരു കഷ്ണം കൊണ്ട് വെക്കുക. സവോളയുടെ 2-3 കഷ്ണം ഇതിലോട്ടൊന്ന് പൊതിയാൻ വേണ്ടി വെക്കുക. ഇതിങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുക. വേവിച്ചെണ്ണ പിന്നെ മുക്കിയെടുക്കുക. ഇങ്ങനെ പിടിച്ച് അപ്പമാണെങ്കിലും അരിപ്പത്തിരി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും എല്ലാത്തിൻ്റെയും കൂടെ നല്ല ഒന്നാന്തരമായിട്ട് ചേരുമ്പടി ചേർക്കാൻ പറ്റുന്നത് ഈ ഒരു ബീഫ് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ബീഫും അരിപ്പത്തിരിയും അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു ബീഫ് ഫ്രൈയും കൂടെ, ബീഫ് ഫ്രൈയും പൊളിയായിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് ബീഫ് ഫ്രൈ കൂടെ പൊതിഞ്ഞു സവാളയും കൂടെ എടുത്ത് ബീഫിൻ്റെ 2 ഐറ്റവും
അത്യാവശ്യം നോർമലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് കേട്ടോ. ഉള്ള ചിക്കൻ ഫ്രൈ ആണ്, അത് നമുക്ക് പൊറോട്ടയോട് കഴിക്കാം. 10 രൂപയ്ക്ക് കൊടുക്കുന്ന പൊറോട്ടയാണ് കേട്ടോ. എന്തൊരു വലുതാണെന്ന് നോക്കിയേ. 5 പൊറോട്ട കഴിക്കുന്നവന് ഒരു 2 പൊറോട്ട എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ വയറ് നിറയും കേട്ടോ. ചിക്കൻ റോസ്റ്റ് മുക്കിയ പൊറോട്ടയിൽ ചിക്കനും കൂടെ വെക്കുക, പൊതിയുക, കഴിക്കുക. ചിക്കൻ റോസ്റ്റും കൊള്ളാം. ഫ്രൈ നമുക്ക് ചുമ്മാ എടുത്ത് ചിക്കൻ ഫ്രൈ കൊള്ളാം. ചിക്കൻ ഫ്രൈ ഈ പൊറോട്ടയിൽ നിന്ന് വെക്കുക. ഒരുമാതിരി എല്ലാ ഐറ്റംസും അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എങ്കിലും അമ്മാമ്മയുടെയും കൊച്ചുമോൻ്റെയും ആ ബോണ്ട് പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു അരിപ്പത്തിരിയും ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും തന്നെയാണ് കേട്ടോ. എന്തായാലും രാവിലെ തൊട്ട് തുടങ്ങുന്ന കുഞ്ഞി കച്ചവടമാണ്. നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ രാവിലെ, ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക്, രാത്രിയാണെങ്കിൽ രാത്രി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം കഴിക്കാവുന്നതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് മുതുകുളം വന്തിപ്പള്ളി ജംഗ്ഷനിലാണ് ഈ ഒരു പാലസ് റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ രുചികരമായിട്ടുള്ള എല്ലാ ഭക്ഷണവും കഴിച്ചുകൊണ്ട് പോകാം. അതായത് തനതായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ. അപ്പോൾ ഇതെല്ലാം കഴിച്ച് ഫിനിഷാക്കണം. എന്നിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.